യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. 121 സങ്കീർത്തനം 8 അതെ, ജീവിതം എന്നത് ഗമനവും ആഗമനവും ഒരുപോലെ നിലനിൽക്കുന്ന ഒന്നാണ്. രാവിലെ നാം ജോലിക്കായി പോകുന്നു, വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് നാം മടങ്ങി വരുന്നു. സ്നേഹിതരും കൂട്ടുകാരും ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് നാം പല കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. പല രാജ്യങ്ങളിലേക്ക് പോകുന്നു, അതിനുശേഷം സ്വസ്ഥതയോടെ നാം മടങ്ങി വരുന്നു. അതെ, ഈ നവീന യുഗത്തിൽ വാഹനങ്ങളും യാത്രകളും വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്രകാരമുള്ള സാഹചര്യത്തിൽ അനേക അപകടങ്ങൾ, പ്രശ്നങ്ങൾ വഴിയിൽ പതിയിരിക്കുന്നു. എന്നാൽ ദൈവവചനം പറയുകയാണ്, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ജീവിതത്തിൻ്റെ എല്ലാ യാത്രയിലും ദൈവിക സംരക്ഷണം വളരെ വിലയേറിയതും വിലപ്പെട്ടതുമാണ്. മനുഷ്യർ കരുതുന്നതിനേക്കാൾ ശ്രേഷ്ഠവും ഉന്നതവുമാണ് ദൈവിക സംരക്ഷണം. നീ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ആവർത്തന പുസ്തകം 28 അതിൻ്റെ 6 അതെ, യാത്രയോടെ ഓരോ സമയത്തും നാം അനുഗ്രഹമുള്ളവരായിത്തീരും. സദൃശ്യവാക്യം 3:6 നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കി തരും. ജീവിതത്തിൻ്റെ പാതകൾ വ്യത്യസ്തങ്ങളാണ്. ചിലത് സങ്കീർണതകൾ നിറഞ്ഞതാണ്. ചിലതിൻ്റെ മുമ്പിൽ നാം ഒഴിഞ്ഞു പോയാലും നമ്മെ തേടിയെത്തുന്ന അപകടങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം തൻ്റെ ഭക്തന്മാരെ പരിപാലിക്കുന്നു. അതെ, ആപത്തുകളിൽ നിന്ന് വിടുവിക്കുന്നു. അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം തൻ്റെ ഭക്തന്മാരെ വിടുവിച്ച് കാത്തു സൂക്ഷിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ പരമാർത്ഥിയും സത്യസന്ധതയോടും കൂടെ നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ഗമനാഗമനങ്ങളെ ദൈവം സൂക്ഷിക്കുന്നു, ദൈവം പരിപാലിക്കുന്നു എന്ന് 1 ശമൂവേലിൻ്റെ പുസ്തകം 29 അതിൻ്റെ 6 പഠിപ്പിക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നാം ദൈവത്തിൽ ആശ്രയമുള്ളവരായിത്തീരണം. പലപ്പോഴും നമ്മൾക്ക് മനുഷ്യരിൽ ആശ്രയമുള്ളവരായി നാം മാറാറുണ്ട്, ലോകത്തിൽ ആശ്രയമുള്ളവരായി നാം ഓടാറുണ്ട്. എന്നാൽ നമ്മളുടെ എല്ലാ വഴികളും കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം, നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം സൂക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ആയുസ്, ആരോഗ്യം, അവസരങ്ങൾ, സമയങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ വലുതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനായി തന്നെ നമ്മെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ കുടുംബം, പിൻതലമുറകൾ